കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് പ്രാക്കൂഴത്തിന് ശേഷമാണ്. പ്രാക്കൂഴം എന്ന് പറയുന്ന ആ ചടങ്ങിന് ശേഷമാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. പിന്നീട് തൃക്കലശാട്ടോടുകൂടി വൈശാഖ മഹോത്സവം പരിസമാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. സ്വയംഭൂവായിട്ടുള്ള മഹാദേവൻ പ്രാക്കൂഴത്തിന് മുമ്പും തൃക്കലാശാട്ടിന് ശേഷവും എന്ത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നറിയുവാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷെ അധികമൊന്നും അങ്ങനെ ആഴത്തിലൊന്നും ആരും പോയിട്ടുണ്ടാവില്ല. ഉത്സവം തുടങ്ങിയാൽ അവിടേക്ക് പോകണം, ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. ഇത് മാത്രമാണ് നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ അറിവ്. അതിൻ്റെ സങ്കല്പം എങ്ങനെയാണ്? ഉത്സവത്തിന് ശേഷം മഹാശിവനെ അഷ്ടബന്ധത്തിൽ ധ്യാന നിമഗ്നതയിലേക്ക് ആഴ്ത്തുകയാണ് ചെയ്യുന്നത്. അഷ്ടബന്ധം എന്ന് പറയുന്ന ക്രിയയിലൂടെ മഹാശിവനെ അഗാധമായ ധ്യാന നിമഗ്നതയിലേക്ക് കൊണ്ടുവരികയാണ് തന്ത്രിവര്യന്മാർ ചെയ്യുന്നത്. അഷ്ടബന്ധനം എന്ന് പറയുന്ന ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ശംഖുപൊടി, ചെഞ്ചില്യം, കോലരക്ക്, അവിലരക്ക്, തേൻമൊഴുക്, ത്രിഫലം, കോഴിപ്പരൽ, ജാതിലിംഗം എന്നീ വസ്തുക്കൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അഷ്ടബന്ധനം നടത്തുന്നത്. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു 10 കിലോയോളം ഭാരമുള്ള പുളിമുട്ടി കൊണ്ട് 41 ദിവസം 1,40,000 അടി, 1,40,000 തവണ അടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അഷ്ടബന്ധനത്തിനുള്ള കൂട്ട് തയ്യാറാക്കുന്നത്. ആ അഷ്ടബന്ധനം ചെയ്ത ശിവനാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാനിച്ചതിന് ശേഷം 11 മാസക്കാലം ശിവന്റെ സ്ഥിതി ഇങ്ങനെയാണ്. ആ അഷ്ടബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുക എന്നതാണ് പ്രാക്കൂഴം മുതൽ വാളെഴുന്നള്ളത്ത് വരെയുള്ള ചടങ്ങിൽ അവിടെ നടക്കുന്നത്. വാളെഴുന്നള്ളത്തോടുകൂടി അഷ്ടബന്ധ കലശത്തിൽ നിന്ന് മഹാദേവൻ ഉണരുകയും പിന്നീട് നെയ്യ് അഭിഷേകം നടക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ അമ്പലത്തിൽ വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അഷ്ടബന്ധനം ചെയ്യുന്നത്. കൊട്ടിയൂരിൽ മാത്രമാണ് ശിവലിംഗത്തെ ആകെ മൂടിക്കൊണ്ട് ഈ പറയുന്ന അഗാധമായ ധ്യാനനിദ്രയിലേക്ക് മഹാശിവനെ കൊണ്ടുവരുന്ന അഷ്ടബന്ധന ക്രിയ കൊട്ടിയൂരിൽ മാത്രമാണ് ചെയ്യുന്നത്. സാധാരണ അമ്പലങ്ങളിൽ അഷ്ടബന്ധനം ചെയ്യുന്നത് ഈ പറയുന്ന വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 12 വർഷമാണ് ഈ അഷ്ടബന്ധനത്തിന്റെ കാലയളവ്. അമ്പലങ്ങളിലെ അഷ്ടബന്ധനത്തിന്റെ ശക്തിയുടെ കാലയളവ് എന്ന് പറയുന്നത് 12 വർഷമാണ്. 12 വർഷത്തിന് ശേഷം വീണ്ടും ഇത് ചെയ്യണം എന്നതാണ് കണക്ക്.